CPM-കാരന്റെ അടുത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വമ്പൻ സൈബർ ആക്രമണം നടക്കുകയാണ്. അതായത് CPM-കാരെ കഞ്ചാവ് കേസിൽ പിടിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും എക്സൈസ് വിഭാഗത്തിനോട് നടത്തുന്ന പരോക്ഷമായ ഒരു വെല്ലുവിളിയും ഭീഷണിയുമാണ് CPM-ന്റെ ഇത്തരം നീക്കങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും പിന്നിൽ. നോക്കണം, മന്ത്രിയെ മുന്നിൽ നിർത്തിയാണ് ഈ കഞ്ചാവ് കച്ചവടക്കാരൻ പാർട്ടിയിലേക്ക് കടന്നു വന്നതും ഇപ്പോൾ മന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാകുന്നതും. ഇതിനെ മറികടക്കാനാണ് പാർട്ടി ഇപ്പോൾ ഓരോന്ന് ചമയ്ക്കുന്നതും. തുടർന്ന് ഈ ആരോപണങ്ങളിൽ ഏറ്റവും വേദനിക്കുന്നതാകട്ടെ പോലീസ് സേനയും മറ്റുമാണ്. ഈ അടുത്ത നാളിലാണ് പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്നയാളെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത്. പത്തനംതിട്ട മൈലാടുംപാറ സ്വദേശി യദുകൃഷ്ണനാണ് സംഭവത്തിൽ പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുത്ത് എക്സൈസ് പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. അതായത് അടുത്തിടെയാണ് പത്തനംതിട്ടയിൽ 62 പേർ CPM-ൽ ചേരുന്നത്. ഇതിൽ കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രൻ ഉൾപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. കഞ്ചാവുമായി പിടിയിലായി യദുകൃഷ്ണനും അന്ന് CPM-ൽ ചേർന്നിരുന്നു. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് യദുകൃഷ്ണൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ വിശദീകരണവുമായി പത്തനംതിട്ട CPIM നേതൃത്വം രംഗത്തെത്തുന്നത് ഇങ്ങനെയാണ്. കഞ്ചാവുമായി യദുകൃഷ്ണനെ എക്സൈസ് പിടികൂടിയിട്ടില്ല എന്നാണ് CPIM-ന്റെ വാദം. യദുകൃഷ്ണനെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു. അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. CPIM-ലേക്ക് 62 പേർ ചേർന്നത് BJP-ക്ക് ഏറെ ക്ഷീണമായി. BJP വിട്ടുപോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് കഞ്ചാവ് കേസിലെ പിടുത്തം എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. തുടർന്ന് പരസ്യ മദ്യപാനം നടത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് 3 പേരെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തതെന്നും അതിൽ യദുകൃഷ്ണനെ മാത്രം എക്സൈസ് ഓഫീസിൽ നിർത്തി മറ്റുള്ളവരെ പറഞ്ഞുവിട്ടു. പിന്നീട് യദുകൃഷ്ണനെ ജാമ്യത്തിൽ വിട്ടു. കഞ്ചാവ് തന്റെ കൈവശം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടി നേതൃത്വത്തെ യദുകൃഷ്ണൻ അറിയിച്ചതായും CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു അറിയിക്കുകയാണ്. എന്നാൽ CPM-ന്റെ ആരോപണത്തെ എക്സൈസ് തള്ളുന്നു. കാരണം യദുവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമെന്നാണ് വകുപ്പിന്റെ റിപ്പോർട്ട്. അതായത് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിക്കഴിഞ്ഞു. ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ യദുവിന്റെ കയ്യിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയാണ് ഇയാൾ കഞ്ചാവ് തന്റെ കയ്യിൽ സൂക്ഷിച്ചത്. ഇതിനായി കരുതിയ ഉപകരണവും എക്സൈസ് കണ്ടെടുത്തിരുന്നു. അതായത് തനിക്കെതിരെ ചുമത്തിയ കള്ളക്കേസാണെന്ന് ആരോപിച്ച് യദുകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും യദു പരാതിയിൽ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ വിശദീകരണത്തിലെ സമാന ഉള്ളടക്കമുള്ള പരാതിയാണ് പോലീസിന് കൈമാറിയത്. യുവമോർച്ചയുമായി ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥനാണ് കേസിൽ കുടുക്കിയതെന്നായിരുന്നു CPM ആരോപണം. CPM ആരോപണത്തിൽ വിശദീകരണവുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് രംഗത്തെത്തുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് താൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, തനിക്ക് ഒരു രാഷ്ട്രീയവുമില്ല, വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ആളാണെന്നും ആരോപണങ്ങളിൽ വലിയ വിഷമമുണ്ടെന്നും അസീസ് പറയുന്നു. യദുകൃഷ്ണനെ എക്സൈസ് കുടുക്കിയതാണെന്ന് CPM-ന്റെ വാദങ്ങൾ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. യുവാവിന്റെ പക്കൽ നിന്ന് കഞ്ചാവും ഇത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെടുത്തതായി എക്സൈസ് പറയുകയാണ്. CPM-നെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇതൊന്നും യദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നുമൊക്കെ CPM നടത്തിയ വിചിത്ര ന്യായീകരണം ഇവിടെ പൊളിയുകയാണ്. എന്നാൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ യദുവിന്റെ പക്കൽ നിന്ന് കഞ്ചാവും ഉപകരണങ്ങളും അടക്കം പിടികൂടിയിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളടക്കം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. അതേസമയം അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ തനിക്കെതിരെയുള്ള കള്ളക്കേസെന്നാണ് യദു പറയുന്നത്. തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്നാണ് യദു പറയുന്നത്. തുടർന്ന് ഇതിന് പിന്നാലെയാണ് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ സൈബർ ആക്രമണം CPM-ൽ നിന്നുണ്ടായതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.